ഇറാനെതിരെ സൈനിക നീക്കത്തിന് ഇസ്രയേൽ കോപ്പുകൂട്ടുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ പുതിയ നീക്കം നടത്തി ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. വടക്ക് കിഴക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ ഖുദ്സ് ഫോഴ്സിലെ ഒരു ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യവും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും സ്ഥിരീകരിച്ചു. ഖുദ്സ് ഫോഴ്സ് ഇറാന്റെ ബാലിസ്റ്റിക് റവല്യൂഷണറി ഗാർഡ് പ്രോപ്സിന്റെ വിദേശ ഓപ്പറേഷൻ വിഭാഗമാണ്. കൊല്ലപ്പെട്ട കമാൻഡർ ആ വിഭാഗത്തിലെ ഓപ്പറേഷൻസ് യൂണിറ്റിലെ പ്രധാന നേതാവുമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ലെബനൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം സിറിയ അതിർത്തിയിലേക്ക് പോകുകയായിരുന്ന വാഹനത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതോടെ 2 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ട കമാൻഡർ അൽ ജവാഹരി കഴിഞ്ഞ വർഷങ്ങളിൽ സിറിയ ലെബനൻ മേഖലയിൽ ഇസ്രയേലിനെതിരായ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും നേതൃത്വം നൽകുകയായിരുന്നുവെന്നാണ് ആരോപണം. ഇസ്രയേലിനെതിരെ ഇറാനിൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പങ്കാളിയായ യൂണിറ്റ് 840ന്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. മരണത്തിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനിടയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലീകരിക്കുന്നതായുള്ള ആശങ്ക സജീവമായതോടെയാണ് ഇസ്രയേൽ പുതിയ സൈനിക നടപടികൾക്കുള്ള നീക്കം ശക്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതോടെ അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. ഇറാനെതിരായ പുതിയ സൈനിക നീക്കം വിശദീകരിക്കാനാണ് ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാണ് പ്രചാരണം. ആക്രമണത്തിന്റെ വിശദമായ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ ധരിപ്പിക്കാനൊരുങ്ങുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മാസം അവസാനം ഫ്ലോറിഡയിലെ മാറേലാഗോയിൽ വെച്ച് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാന്റെ മിസൈൽ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നതും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുന്നതും പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് NBC ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷം ആദ്യം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന കനത്ത യുദ്ധം ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതിനുശേഷം ഇറാൻ മിസൈൽ പരിപാടി വീണ്ടും ശക്തിപ്പെടുത്തുന്നുവെന്നും ഇസ്രയേലിന് ഇത് ഗുരുതര ഭീഷണിയാണെന്നുമാണ് നെതന്യാഹുവിന്റെ വാദം. ഇറാന്റെ ന്യൂക്ലിയർ പരിപാടി പൂർണ്ണമായി തകർത്തുവെന്ന അമേരിക്കയുടെ വാദത്തിനിടയിലും മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ അടിയന്തര പ്രശ്നമായി ഇസ്രയേൽ കാണുന്നു. നെതന്യാഹു ട്രംപിനോട് ഈ ഭീഷണി വേഗം നേരിടേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുമെന്നും US പിന്തുണയോടെ പുതിയ ആക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലെ സമാധാന ചർച്ചകളുടെ അടുത്ത ഘട്ടവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെങ്കിലും ഇറാന്റെ വിഷയം പ്രധാനമായിരിക്കുമെന്നാണ് സൂചന. US പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിന്റെ സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഔദ്യോഗികമായി സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നേക്കാമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ സ്ഥിരതയെ ബാധിക്കുന്ന നിർണായക ചർച്ചകൾക്ക് വേദിയാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ യഹൂദ വിരുദ്ധ വളർത്തുന്നതിനായി ജൂതന്മാർക്കെതിരായ വ്യാജ ഇസ്രയേലി ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഇറാൻ. വിദേശത്തുള്ള ജൂത സമൂഹങ്ങളെ ഇസ്രയേൽ ഭരണകൂടം സ്വയം ഉപദ്രവിക്കുകയും അവർക്കെതിരെ ആക്രമണം നടന്നുവെന്ന് വ്യാജമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഇറാൻ സായുധ സേനയുടെ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു. ജൂതവിരുദ്ധതയെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിവേഴ്സ് മൈഗ്രേഷൻ തടയുന്നതിനും ആഭ്യന്തര പ്രക്ഷുബ്ധതയിൽ നിന്നും രക്ഷപ്പെടുന്നതിനും സെമിറ്റിക് വിരുദ്ധത വളർത്തുന്നതിനും ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലെ ജൂത സമൂഹത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നു. മറ്റു രാജ്യങ്ങളിലെ ജൂത സമൂഹത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നതായും അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു. ഇസ്രയേലിനെ ഇരയായി ചിത്രീകരിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇതാദ്യമായല്ല ശ്രമിക്കുന്നത് എന്നും മുൻകാലങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു ജൂത പരിപാടിക്കിടെ അച്ഛനും മകനും ഉൾപ്പെടുന്ന 2 തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെയും അദ്ദേഹം പരാമർശിച്ചു. ഈ ആക്രമണത്തെ ഇറാൻ അപലപിച്ചിരുന്നു. ഭീകരാക്രമണങ്ങളും കൂട്ടക്കൊലകളും ഇവിടെ നടന്നാലും നിയമവിരുദ്ധവും കുറ്റകരവുമായി അപലപിക്കപ്പെടുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേൽ ഭരണകൂടത്തിന്റെയും ക്രിമിനൽ സ്വഭാവം കഴിഞ്ഞ 2 വർഷത്തെ സംഭവങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ടെന്നും അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു. വഞ്ചകരും യുദ്ധക്കൊതിയന്മാരായ ശത്രുക്കൾ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളോ മാനുഷിക മാനദണ്ഡങ്ങളോ പാലിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.